ഹലോ ഗൈസ്, വെളുപ്പാങ്കാലത്ത് ഒരുങ്ങി കിട്ടി ഞങ്ങൾ രണ്ടും കൂടി അനന്തന്റെ വണ്ടി വിളിച്ച് പോകുന്നത് കായംകുളത്തേക്കാണ്. കായംകുളത്ത് എന്താണെന്ന് വെച്ചാൽ കായംകുളത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം. നമ്മുടെ സ്വാമിക്കുട്ടിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കൂട്ടിന് പോവുകയാണ്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഓടി വന്നപ്പോഴത്തേക്ക് ട്രെയിൻ പോയി. പക്ഷെ കുഴപ്പമില്ല, ഒരു ട്രെയിൻ മാത്രമല്ലല്ലോ, ഇനി വരുമല്ലോ, കയറി പോവാം. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ട്രെയിനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നിരുന്ന് 6:30 തൊട്ട് 7:45 വരെ നമ്മൾ അവിടെ ഇരുന്നു. 7:25 വരുമെന്ന് പറഞ്ഞ ആളാ 7:45 വന്നേ. ഞങ്ങൾ കയറിയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നെങ്കിലും സീറ്റ് കിട്ടിയില്ലായിരുന്നു. പിന്നെ തിരക്ക് കൂടിയപ്പോൾ നമുക്ക് സീറ്റും കിട്ടി. അവളെക്കാട്ട് വലിയൊരു ബാഗ് കൊണ്ടാണ് അവൾ വന്നത്. അതുകൊണ്ട് സീറ്റ് കിട്ടിയപ്പോഴേ അവളെ പിടിച്ച് ഞാൻ അവിടെ ഇരുത്തി എന്റെ ബാഗും കൈ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒടുക്കത്തെ തിരക്കായി. അപ്പൊ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവളെ പിടിച്ച് മടിയിലിരുത്തി ഞാനും ഇരുന്നു. ഞങ്ങൾ കായംകുളത്ത് നിന്ന് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഒരു ചേച്ചീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി ഞങ്ങൾ ഇറങ്ങുന്ന അതേ സ്റ്റേഷൻ തന്നെയാണ് ഇറങ്ങിയത്. ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ രണ്ട് ഗേൾസ് മാത്രം ഒറ്റയ്ക്കുള്ള മനസ്സിലാക്കി ആ ചേച്ചി തന്നെ ഊബർ വിളിച്ച് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവിട്ടു. ചേച്ചിയുടെ പേര് ഹഫ്ന എന്നാണ്. ചേച്ചി ഈ വീഡിയോ കാണുമെന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അവർക്ക് ടെക്നോ പാർക്കിൽ വെച്ചിട്ടായിരുന്നു ഇന്റർവ്യൂ. എങ്ങനെയൊക്കെയോ ആ ഒരു കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റി. നമുക്ക് കുറച്ച് ലാഗെങ്കിലും പെട്ടെന്ന് തന്നെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇതിനു മുന്നേ ഇന്റേൺഷിപ്പിന് ഇവിടെ വന്നിട്ടുണ്ടായതുകൊണ്ട് നമുക്ക് അതിന്റെ ഓർമ്മകളൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത്. മഴ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.